ഓട്ടോമാറ്റിക് തന്നെ പലതരം ഗിയർ ബോക്സുകൾ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ AMT, IMT, DCT, CVT അങ്ങനെ പലതരം ഗിയർ ബോക്സുകൾ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ AMT പറ്റി പറയുകയാണെങ്കിൽ AMT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ശരിക്കും ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ്. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ആവുന്നതാണ്. അത് ബഡ്ജറ്റ് ലെവലിൽ കാറുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഉദാഹരണം പറയുന്നത് മാരുതി പോലത്തെ വാഹനങ്ങളാണ് വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ IMT എന്ന് വെച്ചാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ്. പക്ഷേ അതിന് ക്ലച്ച് ഉണ്ടാവില്ല. ക്ലച്ച് ഔട്ടാതെ തന്നെ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. കൂടുതലായിട്ട് വരുന്നത് കിയയുടെ സോണറ്റ്, സെൽറ്റോസ്, ഉണ്ടായി വെന്യൂലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതൊരു പൂർണ്ണതോതിൽ സക്സസ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി CVT കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയേയില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയ ഡ്രൈവാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇത് കൂടുതൽ ഹോണ്ട വണ്ടികളിലാണ് കണ്ടുവരുന്നത്. പിന്നെ വരുന്നത് DCT എന്ന് പറഞ്ഞാൽ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ രണ്ട് ക്ലച്ച് ഉള്ളത് കൊണ്ട് ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇപ്പൊ കൂടുതലായി ഫെമിലിയർ ആയിട്ടുള്ള ക്രെറ്റ, സെൽറ്റോസ്, വോക്സ്വാഗന്റെ വണ്ടികളിലൊക്കെ ഇതാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ചൂസ് ചെയ്തെടുത്താൽ മതി.